കഥയാരംഭിക്കുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലാണ്. മയക്കുമരുന്നും അക്രമവും കൊടികൊണ്ടിരുന്ന കാലം. ആ ചുറ്റുപാടിലുള്ള എല്ലാവരും ഭയത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മളവിടെ 14 വയസ്സുകാരൻ ലൂക്കാസ് എന്ന പയ്യനെ പരിചയപ്പെടുന്നു. ലൂക്കാസ് പതിവ് പോലെ പുലർച്ചെ തെരുവിലേക്കിറങ്ങി. ലൂക്കാസ് ആളൊരു റണ്ണറാണ്. റണ്ണർ എന്ന് പറഞ്ഞാൽ വലിയ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് വേണ്ടി മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന വ്യക്തി. ലാറ്റിൻ കിങ്സ് എന്ന പേരുള്ള ഒരു സംഘത്തിനു വേണ്ടിയായിരുന്നു അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലൂക്കാസിന് കൃത്യമായി ഒക്കെയും അറിയാം. തെരുവിലൂടെ സൈക്കിൾ ചവിട്ടുമ്പോൾ അവൻ ഓരോന്നും വിശദീകരിച്ചു. ഓരോ ഇടത്തെയും പവർ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, താഴെത്തട്ടിലും മുകൾ തട്ടിലുമുള്ളത് ആരാണ്, ഏറ്റവും താഴെത്തട്ടിലുള്ളവർ മയക്കുമരുന്ന് വിതരണം ചെയ്ത് പണം കൈമാറുന്നത് ആർക്കാണ്, അവരാ പണം മുകൾ തലത്തിലെ ആർക്കെത്തിക്കുന്നു, ഓരോന്നും ലൂക്കാസ് വിശദീകരിച്ചു. റിൻഗോണാണ് പ്രധാന നേതാവ്. കൃത്യമായി പറഞ്ഞാൽ എല്ലാം കൈകാര്യം ചെയ്യുന്ന മാഫിയ ബോസ്. റിൻഗോണിന്റെ വലം കൈയാണ് ജസ്റ്റർ എന്ന വ്യക്തി. ജസ്റ്ററാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. റണ്ണേഴ്സിൽ നിന്നും കളക്ടേഴ്സിൽ നിന്നും പണം കളക്ട് ചെയ്യുന്നതും കാര്യങ്ങൾ റിൻഗോണിനടുത്ത് എത്തിക്കുന്നതും അവനാണ്. തന്റെ വിതരണത്തിനിടയിൽ ലൂക്കാസ് നാട്ടുകാരോടൊക്കെ സംസാരിക്കും, വിവരങ്ങൾ ശേഖരിക്കും. റിൻഗോണിനടുക്കൽ അവൻ അത് എത്തിക്കുകയും ചെയ്യും. സാധാരണയായി താഴെത്തട്ടിലുള്ളവരാരും റിൻഗോണിനെ നേരിട്ട് കാണാറില്ല. എല്ലാവരും ജസ്റ്ററിന്റെ അടുക്കലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ലൂക്കാസിന് മാത്രം റിൻഗോണിന്റെ അടുക്കൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. റിൻഗോണിനെ അവന് നേരിട്ട് കാണാം, നേരിട്ട് റിൻഗോണിനടുക്കൽ റിപ്പോർട്ട് ചെയ്യാം. റിൻഗോൺ വളരെയധികം ബ്രൂട്ടലായ ഒരു മാഫിയ ബോസ് ആയിരുന്നു. തന്റെ എതിരിൽ വരുന്നവരെയും കൂടെ നിന്ന് ചതിക്കുന്നവരെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ റിൻഗോൺ വകവരുത്തും. അങ്ങനായിരുന്നു അയാൾ ഒരു ലീഡറായി മാറിയതും. ഒരിക്കൽ തന്റെ കൺമുമ്പിൽ റിൻഗോണിനെ കൂടെ നിന്ന് ചതിച്ച ഒരുത്തനെ റിൻഗോൺ വകവരുത്തുന്നത് ലൂക്കാസ് നേരിട്ട് കണ്ടു. അതോടെ ലോയൽറ്റി അഥവാ വിധേയത്വം എന്ന് പറയുന്നത് തന്റെ മുമ്പിൽ ഒരു ചോയ്സ് അല്ല, മറിച്ച് സർവൈവ് ചെയ്യാനുള്ള ഒരേ ഒരു അവസരമാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. എല്ലാ ദിവസവും പതിവ് പോലെ ലൂക്കാസ് മയക്കുമരുന്ന് വിതരണത്തിനായി ഇറങ്ങും. അങ്ങനായിരുന്നു ഡാനിയൽ എന്ന വ്യക്തിക്കടുത്തേക്കും അവൻ എത്തപ്പെടുന്നത്. ഡാനിയലും ലൂക്കാസിന്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങാറുണ്ട്. ഡാനിയൽ അധികമാരോടും സംസാരിക്കാറില്ല. പക്ഷേ ഡാനിയലിന് വേദനാജനകമായൊരു പഴയകാലം ഉണ്ടായിരുന്നു. ഡാനിയൽ ഒരു അഫ്ഗാൻ വാർ വെറ്ററൻ ആയിരുന്നു. തന്റെ കൺമുമ്പിൽ സുഹൃത്തുക്കളും മറ്റും കൊല്ലപ്പെടുന്നത് നോക്കിക്കണ്ട അയാൾക്ക് വലിയ തോതിൽ വേദനയും ട്രോമയും ആരംഭിച്ചു. ഇപ്പോഴും പല സമയത്തും പാനിക് അറ്റാക്ക് വന്ന് അയാൾ കഷ്ടപ്പെടാറുണ്ട്. മയക്കുമരുന്ന് കഴിച്ചാണ് അയാൾ പലപ്പോഴും തന്റെ വേദനകളെ അടക്കി നിർത്തുന്നത്. മറ്റുള്ളവർ ലഹരിക്കായി മാത്രം അത് ഉപയോഗിക്കുമ്പോൾ ഡാനിയൽ അത് മരുന്നായി ചെറിയ തോതിൽ ഉപയോഗിക്കുകയായിരുന്നു. ഓരോ തവണയും ലൂക്കാസ് ഡാനിയലിനടുത്തെത്തുമ്പോൾ തന്റെ ഫോണിൽ ടൈപ്പ് ചെയ്ത് ലൂക്കാസിനത് വായിക്കാൻ കൊടുക്കും. ഗ്യാങ്ങൊക്കെ വിട്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടൂ, ഇത് അപകടം പിടിച്ച ജോലിയാണ് എന്നായിരുന്നു ആ മെസ്സേജ്. പക്ഷേ ലൂക്കാസ് അത് കാര്യമായി ഗൗനിക്കാറേയില്ല. ഇതേസമയം മറുവശത്ത് വീട്ടിലായിരുന്ന റിൻഗോൺ തന്റെ വീടിന്റെ പുറത്തു നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൽ വളരെയധികം സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. FBI ആ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരം റിൻഗോന് കിട്ടിയിരുന്നു. ഒരുപക്ഷെ അവരായിരിക്കുമോ ആ കാറിൽ എന്നവൻ സംശയിച്ചു. റിൻഗോണിന് ഒരു സഹോദരിയുണ്ട്. അവൾ ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. സഹോദരിയുടെ വിവാഹം വൈകാതെ നടക്കാനിരിക്കുകയാണ്. തന്റെ സഹോദരിയോട് തയ്യാറാവാൻ റിൻഗോൺ അകത്തേക്ക് ചെന്ന് ആവശ്യപ്പെട്ടു. അന്ന് ഡാനിയലിന്റെ അടുത്ത് നിന്ന് ലൂക്കാസ് സൈക്കിളുമായി നേരെ പോയത് കാർലോസ് എന്ന വ്യക്തിയുടെ അടുത്തേക്കായിരുന്നു. കാർലോസ് ഒരു കട നടത്തുകയാണ്. പക്ഷേ ഭാര്യയ്ക്ക് സുഖമില്ലാതായതോടെ കാര്യമായ കച്ചവടമൊന്നും നടന്നിരുന്നില്ല. കടം വാങ്ങിയതും മയക്കുമരുന്ന് വാങ്ങിയതുമായ പണം തിരികെ കൊടുക്കാൻ അയാളുടെ പക്കലില്ല. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ലൂക്കാസിനും സഹോദരൻ മിഗ്വേലിനും എന്ന് പറഞ്ഞവന്റെ കയ്യിൽ കൊടുത്ത ശേഷം കുറച്ച് സമയം കാർലോസ് ആവശ്യപ്പെട്ടു. പൊതുവെ ഇത്തരത്തിൽ പണപ്പിരിവിന് പോകുന്ന ഗ്യാങ്സ്റ്റർ മെമ്പേഴ്സ് ക്രൂരമായാണ് പെരുമാറാറുള്ളത്. പക്ഷേ ലൂക്കാസ് അത്തരത്തിലൊരു വ്യക്തിയായിരുന്നില്ല. ലൂക്കാസ് കാർലോസിന് കുറച്ച് സമയം അനുവദിച്ചു. ഇതേസമയം മറുവശത്ത് റിൻഗോണിന്റെ വീട്ടിലേക്ക് ഒരു പാസ്റ്റർ എത്തിയിരുന്നു. വിവാഹ ചടങ്ങുകൾ പള്ളിയിലേക്ക് മാറ്റി അവിടെ വെച്ച് നടത്താമെന്നും അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ പാസ്റ്റർ സംസാരിച്ചെങ്കിലും FBI നിരീക്ഷണം ഉള്ളതുകൊണ്ടും മറ്റ് അപകട സാധ്യതകൾ കൊണ്ടും അത് വേണ്ടെന്ന് റിൻഗോൺ പറഞ്ഞു. വീട്ടിൽ വെച്ച് കല്യാണം നടത്തിപ്പിക്കാനായിരുന്നു റിൻഗോൺ ഉദ്ദേശിച്ചിരുന്നത്. ഒടുവിൽ പാസ്റ്ററും അതിന് സമ്മതിച്ചു. വൈകാതെ അവിടെ നിന്ന് പോകുന്ന ലൂക്കാസ് റിൻഗോണിന്റെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഇടത്തേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ മറ്റ് ഗ്യാങ് മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറിയവൻ അവന്റെ സഹോദരൻ മിഗ്വേലിനെ ഗ്യാങ് മെമ്പേഴ്സിനൊപ്പം ഹാങ് ഔട്ട് ചെയ്യുന്ന തരത്തിൽ കണ്ടു. മിഗ്വേല് തന്റെ ചേട്ടന്റെ അടുത്തേക്ക് വന്ന് താനും വൈകാതെ ഗ്യാങ്ങിന്റെ ഭാഗമാകും, ചേട്ടനെ പോലെ എനിക്കും ഒരു റണ്ണറാകണം എന്ന മട്ടിൽ അഭിമാനത്തോടെ പറഞ്ഞു. ലൂക്കാസിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. തന്നെ പോലെ അപകടം പിടിച്ച ഈ പണിയിലേക്ക് സഹോദരൻ എത്തിപ്പെടരുത് എന്ന് ലൂക്കാസിന് എപ്പോഴും ഉണ്ടായിരുന്നു. മിഗ്വേലിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവൻ വീണ്ടും സ്കൂളിലാക്കി. വൈകിട്ട് 3 മണിക്ക് താൻ വരുമെന്നും എന്നിട്ട് നിനക്ക് പ്രാക്ടീസിന് പോവാനുള്ളതാ, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പഠിച്ചോ എന്നൊച്ചയിൽ പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരികെ പോന്നു. ഇതേസമയം ഡാനിയലിനെ കാണുവാൻ വേണ്ടി ഒരു മനുഷ്യൻ ഡാനിയലിനടുത്തെത്തിയിരുന്നു. ഒരു ഫ്രണ്ട്ലി അഡ്വൈസ് കൊടുക്കാനാണ് അയാളുടെ വരവ്. ഡാനിയൽ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും നോൺ വെജ് ഒക്കെ ഒഴിവാക്കി കൂടുതൽ വെജിറ്റേറിയൻ കഴിച്ചാൽ ഡാനിയലിന്റെ പ്രശ്നങ്ങൾ തീരുമെന്നൊക്കെ അയാൾ ഉപദേശിക്കുന്നുണ്ട്.
ഡാനിയൽ മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ ഇതൊക്കെ പറയുന്നത് പണത്തിനാണ് എന്ന് ഡാനിയലിന് അറിയാവുന്ന പോലായിരുന്നു അവന്റെ നിപ്പ്. കയ്യിൽ നിന്നൊരു നോട്ടെടുത്ത് പാവപ്പെട്ട ആ മനുഷ്യന് ഡാനിയൽ കൊടുത്തു. പിന്നാലെ മുമ്പിലുള്ള ഒരു തട്ടുകടയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഡാനിയൽ കുറച്ച് സമയമെടുത്തു. പിന്നാലെ ആ ഫുഡ് ട്രക്ക് ഉടമ ഭക്ഷണമുണ്ടാക്കാൻ ആരംഭിച്ചു. പക്ഷെ അതിന്റെ സ്മെല്ല് കാരണമാകണം പെട്ടെന്ന് ഡാനിയൽ ഒരു നിമിഷം സ്തബ്ധനായി. അവന് പാനിക് അറ്റാക്ക് ആരംഭിക്കുകയായിരുന്നു. പഴയ ഓർമ്മകൾ, വേദനകൾ ഡാനിയലിന്റെ ഉള്ളിലേക്ക് പാഞ്ഞെത്തി. ഇതേ സമയം ഡാനിയലിന് പുറകിൽ ക്യൂ വർദ്ധിച്ചിരിക്കുകയാണ്. 2 ഗ്യാങ്സ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് വന്ന് ഡാനിയലുമായി പ്രശ്നമുണ്ടാക്കാനും ആരംഭിച്ചു. ഡാനിയൽ വേഗം അവിടെ നിന്നൊരു തെരുവിടുക്കിലേക്ക് മാറി. വല്ലാത്തൊരു വയ്യായിക, പാനിക് അറ്റാക്ക് കാരണം ഡാനിയൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ലൂക്കാസ് കൊടുത്ത മരുന്നെടുത്ത് അതിൽ നിന്നൊന്നെടുത്ത് അയാൾ കഴിച്ചു. ഈ സമയം ആ ഗുണ്ടകളാകട്ടെ ഡാനിയലിനെ അറ്റാക്ക് ചെയ്ത് കയ്യിലുള്ളത് പിടുങ്ങാം, ഡാനിയൽ ഒരു ഈസി ടാർഗറ്റ് ആയിരിക്കും എന്ന മട്ടിൽ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഡാനിയൽ ഒരു മുൻകാല വാർ വെട്ടറനാണ്, പട്ടാളക്കാരനായിരുന്നു എന്നൊന്നും അവർക്കറിയില്ലല്ലോ. ഡാനിയലിനെ അവർ ആക്രമിക്കാൻ നോക്കിയതും ആ അവശതയിലും ഡാനിയൽ തിരികെ ആക്രമിച്ചു. ഒടുവിൽ അക്രമകാരികൾ ഡാനിയലിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഭയന്നോടി. ഇതേസമയം മറുവശത്ത് കല്യാണത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. റിൻഗോണിന്റെ വീട്ടിലേക്ക് സഹോദരിയുടെ വരനും സംഘവും എത്തി. റിൻഗോണിന് മുമ്പിൽ അവരിയ്ക്കുമ്പോൾ അവർ കുറച്ച് അൺകംഫോർട്ടബിളായി കാണപ്പെട്ടിരുന്നു. കാര്യം റിൻഗോൺ വലിയ മാഫിയ ബോസും ഒക്കെയാണെങ്കിലും കുടുംബത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ തന്നെ റിൻഗോണിനുണ്ടായിരുന്നു. വൈകാതെയാണ് അന്ന് കളക്ട് ചെയ്ത് കിട്ടിയ പണവുമായി ലൂക്കാസ് റിൻഗോണിനെ കാണാൻ എത്തുന്നത്. റിൻഗോൺ ലൂക്കാസിനെ സ്വന്തം ഫാമിലി മെമ്പറിനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. ലൂക്കാസിന് പാരന്റ്സ് ഇല്ല. മാത്രമല്ല ഏറ്റവും താഴേക്കിടയിലുള്ള കളക്ടേഴ്സിൽ നിന്നും റണ്ണേഴ്സിൽ നിന്നും വ്യത്യസ്തമായി റിൻഗോണിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും പണം കൊടുക്കാനുമുള്ള അവസരം ലൂക്കാസിനെപ്പോഴും ഉണ്ടായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ലൂക്കാസിന്റെ ഒരു സഹോദരനുണ്ടായിരുന്നു. സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്നു അയാൾ ഒരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. ആ സാക്രിഫൈസ് റിൻഗോണിന്റെ മനസ്സിനെ തൊട്ടിരുന്നു. അതുകൊണ്ടായിരുന്നു ലൂക്കാസിനെ അയാൾ ചേർത്തു പിടിച്ചിരുന്നത്. ലൂക്കാസ് എത്തിയപ്പോൾ റിൻഗോൺ മുറിയിൽ നിന്ന് എല്ലാവരോടും പുറത്തുപോയി തങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരാൻ ആവശ്യപ്പെട്ടു. ലൂക്കാസ് റിൻഗോണിന് പണം കൊടുത്ത് സംസാരിച്ചു. ആ സമയമാണ് റിൻഗോണിന്റെ സഹോദരി വന്നത്. വിവാഹത്തിന് ധരിക്കാൻ ലൂക്കാസിന് സ്പെഷ്യൽ കോട്ടൊക്കെ അവർ തയ്യാറാക്കിയിരുന്നു. വൈകുന്നേരം നടക്കുന്ന വിവാഹ പാർട്ടിയിലേക്ക് ലൂക്കാസ് എന്തായാലും സഹോദരനൊപ്പം വരണം എന്ന് റിൻഗോൺ ആവശ്യപ്പെട്ടു. പിന്നാലെയാണ് റിൻഗോൺ വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ലൂക്കാസിനെ ഏൽപ്പിക്കുന്നത്. 2 പൊതികൾ അവൻ ലൂക്കാസിന് കൈമാറി. കൃത്യമായി ഇത് താൻ പറയുന്നിടത്തെത്തിക്കണം എന്ന് ലൂക്കാസിന് റിൻഗോൺ നിർദ്ദേശം കൊടുത്തു. പുറത്ത് FBI-യും മറ്റുമുണ്ട്. അവർ നിരീക്ഷിക്കുന്നതുകൊണ്ട് കുട്ടിയായ ലൂക്കാസ് ആയിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ വ്യക്തി എന്ന് റിൻകോൺ കരുതിയിരുന്നു. ലൂക്കാസിനെ റിൻകോണിന് വളരെ വിശ്വാസവുമായിരുന്നു. ആ സമയമാണ് ജസ്റ്റർ കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാത്ത ഒരു വ്യക്തിയുമായി അകത്തേക്ക് കടന്നു വരുന്നത്. അയാളെ അവിടെ വെച്ച് തല്ലിച്ചതച്ചു. പിന്നാലെ കാര്യങ്ങൾ തീർപ്പാക്കി അവനെ പുറത്തേക്ക് ഇട്ട ശേഷം ജസ്റ്റർ കയറി വന്നു. ലൂക്കാസിനെ വലിയൊരു ടാസ്ക് ഏൽപ്പിച്ചതിൽ ജസ്റ്ററിന് എതിർപ്പുണ്ടായിരുന്നു. മാത്രമല്ല ലൂക്കാസിന് റിൻകോണിനടുക്കൽ കിട്ടുന്ന ആ ഒരു സ്ഥാനവും ജസ്റ്ററിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ അതൃപ്തി ജസ്റ്റർ റിൻകോണിന് മുമ്പിൽ പരസ്യമായി പ്രകടിപ്പിച്ചു. എന്തിനാണ് ഒരു പയ്യന് ഇത്രയും വലിയ ടാസ്ക് കൊടുക്കുന്നത് എന്നവൻ എടുത്തു ചോദിച്ചു. FBI നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. ലൂക്കാസ് ഒരു പയ്യനായതുകൊണ്ട് FBI അത്ര കാര്യമായി ശ്രദ്ധിച്ചെന്ന് വരില്ല. അതായിരുന്നു റിൻകോണിന്റെ മറുപടി. ഇതേസമയം മറുവശത്ത് ഡാനിയലാകട്ടെ പാനിക് അറ്റാക്ക് കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൂക്കാസിൽ നിന്ന് കരസ്ഥമാക്കിയ മയക്കുമരുന്ന് ചെറിയ തോതിൽ ഉപയോഗിക്കുന്നതായിരുന്നു അയാൾക്കുള്ള ആകെ ആശ്വാസം. ലൂക്കാസ് അവിടെ നിന്നും തന്റെ ദൗത്യവുമായി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഒരു പയ്യനിൽ നിന്ന് ലൂക്കാസ് ഒരു കാര്യം അറിഞ്ഞു. മിഗ്വല് ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടി ഗ്യാങ്ങിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അതായത് 13 സെക്കൻഡ് നേരം അവൻ ഇടികൊണ്ട് വീണാലും എഴുന്നേറ്റ് നിൽക്കണം. അത് പൂർത്തിയായാൽ അവൻ ഗ്യാങ് മെമ്പർ ആകും. വിവരമറിഞ്ഞതും ലൂക്കാസ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി നടക്കുന്ന പ്രവൃത്തി തടയാൻ ശ്രമിച്ചു. പക്ഷേ അവൻ തടയപ്പെട്ടു. മിഗ്വൽ അടികൊണ്ട് താഴെ വീണ് അവന് ചെറിയ പരിക്ക് പറ്റിയെങ്കിലും അവൻ എഴുന്നേറ്റ് വന്നു. അവനെ ഗ്യാങ് മെമ്പറായി എല്ലാവരും അംഗീകരിച്ചു. ഇതേസമയം ഡാനിയലാകട്ടെ തന്റെ കാറെടുത്ത് തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു. പോകുന്ന വഴിക്ക് തനിക്ക് പരിചിതനായ രാവിലെ തന്നെ ഉപേക്ഷിച്ച വ്യക്തി കൊല്ലപ്പെട്ട് കിടക്കുന്നത് അവൻ കണ്ടു. എന്നിരുന്നാലും ഡാനിയൽ അവിടെ ഇറങ്ങിയൊന്നുമില്ല. അവിടെ നിന്ന് മുമ്പോട്ട് കാർ ഓടിച്ചു. ആ നഗരത്തിൽ അത്തരത്തിലുള്ളതൊക്കെ സ്വാഭാവികമാണ്. മറുവശത്ത് ലൂക്കാസ് ആകട്ടെ തന്റെ അനിയൻ മിഗ്വലിനെയും കൂട്ടി അവിടെ നിന്ന് വേഗത്തിൽ പോന്നിരുന്നു. ഡാനിയൽ കാർ ഓടിക്കുന്നതിനിടയിൽ ലൂക്കാസിന്റെയും മിഗ്വലിന്റെയും അടുത്തെത്തി. അവരെ വീണ്ടും വാൺ ചെയ്യാനായി ഡാനിയൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ
ലൂക്കാസ് അതിനൊന്നും നിന്നില്ല. തന്റെ സൈക്കിൾ തിരിച്ച് അവിടെ നിന്ന് പോയി. മിഗ്വേലുമായി ലൂക്കാസ് നേരിയെത്തിയത് വീട്ടിലേക്കായിരുന്നു. ധൃതിയിൽ അവനെ അവിടെ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ ചിന്തിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ബാഗിൽ നിന്ന് എടുത്ത് പുറത്താക്കാനും സാധനങ്ങൾ ബാഗിലേക്ക് വെക്കാനും അവൻ ആരംഭിച്ചു. പക്ഷേ ഇതിനിടയിൽ റിൻഗോൺ കൊടുത്തിരുന്ന 2 പാക്കേജുകളിൽ ഒരു പാക്കേജ് അബദ്ധത്തിൽ അവന്റെ കയ്യിൽ നിന്നും അവിടെ വീണുപോയിരുന്നു. തയ്യാറായി മിഗ്വേലിനെ ബേസ്ബോൾ കോച്ചിങ് സെന്ററിലാക്കാം എന്ന് ചിന്തിച്ച് പുറത്തേക്ക് വന്ന ലൂക്കാസിനടുക്കലേക്ക് ജസ്റ്ററും സംഘവും വന്നെത്തുകയാണ്. അത്ര നേരമായിട്ടും ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാതെ ലൂക്കാസ് അവിടെ എന്തെടുക്കുന്നു എന്ന് ജസ്റ്റർ ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. ലൂക്കാസിനെ ബലമായി അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോവാൻ ജസ്റ്റർ ആരംഭിച്ചു. മിഗ്വേലിനെയും അവനെയും റിൻഗോണിന് മുമ്പിൽ ഹാജരാക്കാനായിരുന്നു ജസ്റ്ററിന്റെ പദ്ധതി. പോകുന്ന വഴിക്ക് ജസ്റ്ററിന്റെ ആളുകൾ ലൂക്കാസിനെ തല്ലുകയും മറ്റും ചെയ്യുന്നുണ്ട്. അപ്പോഴായിരുന്നു അവിടെ ഒരു അപകടം നടന്നത്. ആ അവസരം മുതലെടുത്ത് മിഗ്വലിനെയും കൂട്ടിക്കൊണ്ട് ലൂക്കാസ് രക്ഷപ്പെട്ടോടി. ജസ്റ്ററും സംഘവും പിന്നാലെയുണ്ട്. അവർ ഓടി പോകുന്നതിനിടയിൽ ഡാനിയലിന്റെ കാറ് കണ്ടു. ഡാനിയലും ഗ്യാങ്സ്റ്റേഴ്സ് അവരെ ഓടിച്ചിട്ട് പയ്യന്മാർ ഓടി വരുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഡാനിയൽ അവരോട് വേഗം കാറിൽ കയറാൻ പറഞ്ഞു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായതുകൊണ്ട് 2 പയ്യന്മാരും ഡാനിയലിന്റെ കാറിലേക്ക് കയറി. ഡാനിയൽ കാറെടുത്ത് മുന്നോട്ട് ചീറിപ്പാഞ്ഞു. ജസ്റ്ററിന്റെ ആളുകൾ കാറിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. വാഷിംഗ്ടൺ DC-യിലെ ഇടുങ്ങിയ വഴികളിലൂടെ കാർ മുന്നോട്ട് പാഞ്ഞു. ഒടുവിൽ വിദഗ്ധമായി ഡാനിയൽ കാർ ഓടിച്ചെങ്കിലും കാർ ഒരു ഭിത്തിയിലിടിച്ചു നിന്നു. പിന്നാലെ മിഗ്വേലും ലൂക്കാസും അതിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ അപ്പോഴും ഒരബദ്ധം സംഭവിച്ചു. അവന്റെ കയ്യിൽ നിന്നും അടുത്ത പാക്കേജും കാറിൽ വീണുപോയിരുന്നു. ഡാനിയൽ പയ്യന്മാരെ ഒരു ഒളിസങ്കേതത്തിലേക്ക് എത്തിച്ചു. മിഗ്വേലിന്റെ കാലിൽ പരിക്ക് പറ്റിയിരുന്നു. ഡാനിയൽ അത് വെച്ചുകെട്ടി. പിന്നാലെ ഡാനിയലും മിഗ്വേലും ലൂക്കാസും തമ്മിൽ എഴുതിയും ആംഗ്യത്തിലൂടെയും മറ്റുമായി സംസാരിച്ചു. വിശദമായ സംസാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു. കുട്ടികളെ രക്ഷിക്കാൻ ഡാനിയൽ തയ്യാറാണെന്നർത്ഥം. ഇതേസമയം മറുവശത്ത് റിൻഗോന്റെ വീട്ടിൽ വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തന്റെ സഹോദരി സന്തോഷത്തോടെ വിവാഹിതയാവാൻ നിൽക്കുന്നത് റിൻഗോൻ പുഞ്ചിരിയോടെ നോക്കിക്കണ്ടിരുന്നു. എല്ലാം ശാന്തമായിരുന്നു. ഇതേസമയം ഡാനിയലിനടുത്തായിരുന്ന ലൂക്കാസ് ഒരു പാക്കേജ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുകയാണ്. കാറിലെത്തി നോക്കിയപ്പോൾ അത് കത്തിയെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാക്കേജിലുണ്ടായിരുന്നത് പണമായിരുന്നു എന്ന് ലൂക്കാസ് തിരിച്ചറിഞ്ഞു. അടുത്ത പാക്കേജ് വീട്ടിൽ പോയ സമയത്ത് അവിടെ വീണുപോയിരിക്കാം എന്ന് ലൂക്കാസ് ചിന്തിച്ചെടുത്തു. റിൻഗോണിന്റെ വീട്ടിലേക്ക് ജസ്റ്റർ എത്തി. ലൂക്കാസ് ഡെലിവറി നടത്താത്ത കാര്യവും ഡെലിവറി പാക്കേജ് നഷ്ടപ്പെടുത്തിയ കാര്യവും താൻ മനസ്സിലാക്കിയ കാര്യങ്ങളും റിൻഗോണിനടുക്കൽ അറിയിച്ചു. റിൻഗോൺ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. എത്രയും വേഗം ലൂക്കാസിനെയും മിഗ്വേലിനെയും കണ്ടെത്താൻ റിൻഗോൺ ഉത്തരവിട്ടു. ഒരേ ഒരു കാര്യം മാത്രം റിൻഗോൺ തറപ്പിച്ചു പറഞ്ഞു. ജീവനോടെ വേണം അവരെ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ. കാര്യങ്ങളിലെ അപകടാവസ്ഥ ഡാനിയലിന് മനസ്സിലായിരുന്നു. ലൂക്കാസിനടുക്കൽ ഡാനിയൽ പറഞ്ഞു, നീ നാട് വിട്ടു മാറുന്നതാണ് നല്ലത്. ഇവിടുത്തെ ഈ തീയൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് തിരിച്ചു വന്നാൽ മതി. പക്ഷേ ലൂക്കാസ് അതിന് തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, മാറി നിന്നോ എന്ന് പറഞ്ഞ ലൂക്കാസ് അവിടെ നിന്ന് മിഗ്വേലുമായി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നഷ്ടപ്പെട്ട ആ ഒരു പാക്കേജ് ഉണ്ടല്ലോ, അത് വീണ്ടെടുക്കലായിരുന്നു അവന്റെ ലക്ഷ്യം. ജസ്റ്റർ പോയതിന് പിന്നാലെ റിൻഗോണിന്റെ വീട്ടിൽ നടക്കുന്ന വിവാഹ ചടങ്ങിലേക്ക് സ്പൈഡർ എന്നൊരു ഗ്യാങ്സ്റ്റർ വന്നു. സ്പൈഡറിനായിരുന്നു റിൻഗോൺ അയച്ച ആ 2 ഡെലിവറി പാക്കേജുകൾ കിട്ടേണ്ടത്. അതിന്റെ വിശദീകരണം സ്പൈഡർ ചോദിച്ചു. വൈകാതെ നൽകാമെന്ന് റിൻഗോൺ മറുപടി പറയുകയും ചെയ്തു. ഇതേസമയം ഗ്യാങ്സ്റ്റർ മെമ്പറായ തന്റെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ ലൂക്കാസ് വീടിന്റെ ഭാഗത്തേക്ക് കടന്നു കയറി. ജസ്റ്ററും സംഘവും വീടിന് പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു അത്തരമൊരു ഉപായം ലൂക്കാസ് സ്വീകരിച്ചത്. വീടിന്റെ അകത്തേക്ക് കടന്നു കയറി തിരച്ചിൽ നടത്തി നഷ്ടപ്പെട്ട പാക്കേജ് ലൂക്കാസ് വീണ്ടെടുത്തു. പിന്നാലെ മിഗ്വേലിനെയും കൂട്ടി വേഗത്തിൽ പുറത്തു കടക്കാനുള്ള ശ്രമം ലൂക്കാസ് ആരംഭിച്ചു. പക്ഷേ അവനെ വീടിനകത്തേക്ക് എത്തിച്ച് ഗ്യാങ്സ്റ്റർ പശ്ചാത്തലമുള്ള ആ കൂട്ടുകാരൻ തന്നെ ജസ്റ്ററിന് അവനെ ഒറ്റിക്കൊടുത്തു. ചതിയിലൂടെ ലൂക്കാസ് പിടിക്കപ്പെട്ടു. പിന്നാലെ അവന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ഒരു പാക്കേജ് മാത്രമാണ് കാണുന്നത്. മറ്റേ പാക്കേജ് എവിടെ എന്ന മട്ടിൽ ജസ്റ്ററും സംഘവും ലൂക്കാസിനെ ചോദ്യം ചെയ്തു. അവനെ പിടികൂടി റിൻഗോണിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് ഡാനിയൽ താൻ ചെയ്യുന്ന വർക്ക്ഷോപ്പിലേക്ക് എത്തുകയാണ്. അവിടുത്തെ വർക്ക്ഷോപ്പ് ഉടമയെ ജസ്റ്ററും സംഘവും വന്ന് ഡാനിയൽ എവിടെയെന്ന് ചോദിച്ച് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഡാനിയൽ കാരണമാണ് ഒക്കെയും ഉണ്ടായതെന്നും അവിടെ നിന്ന് പോവണം എന്നും അവർ ഡാനിയലിനോട് ആവശ്യപ്പെട്ടു. ഇത് തിരിച്ചടിക്കാനുള്ള സമയമാണ് എന്ന് ഡാനിയൽ ഉറപ്പിച്ചിരുന്നു. ഡാനിയലിന്റെ ഗേൾഫ്രണ്ടായ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ഡാനിയലിനോട് പോവരുതെന്നും അതൊരു സ്റ്റുപ്പിഡ് ഐഡിയയാണ് എന്നും പറഞ്ഞെങ്കിലും ഡാനിയൽ അത് ചെവികൊള്ളാൻ കൂട്ടാക്കിയില്ല. തയ്യാറായി ഡാനിയൽ റിൻഗോണിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ഇതേസമയം മറുവശത്ത് റിൻഗോൺ ഓർഡർ ചെയ്ത പോലെ ലൂക്കാസിനെയും മിഗ്വേലിനെയും റിൻഗോണിന്റെ ഇടത്തേക്ക് ജസ്റ്റർ എത്തിച്ചേരുന്നു. റിൻഗോണിന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുകൾ ഇതേസമയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രശ്നം അരങ്ങേറുന്നത്. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഗ്യാങ്സ്റ്റർ സ്പൈഡർ അടുക്കളയിലേക്ക് കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു.
ആരംഭിച്ചു. ശബ്ദം കേട്ട് റിങ്കോൺ കടന്നു വന്നപ്പോൾ കണ്ടത് ആ കാഴ്ചയായിരുന്നു. ദേഷ്യം വന്ന റിങ്കോൺ അതിലിടപെട്ടു. സ്പൈഡറെ കടന്നാക്രമിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തി. എല്ലാം കൊണ്ടും ദേഷ്യം കയറി നിൽക്കുകയായിരുന്നു റിൻകോൺ. ഈ സമയം ഡാനിയൽ റിൻകോണിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പുറത്തുണ്ടായിരുന്ന റിൻകോണിന്റെ ഗുണ്ടകളുമായി ഡാനിയൽ ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. ഏറ്റുമുട്ടി ഡാനിയൽ അവരെ അടിച്ചൊതുക്കി. FBI തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഡാനിയലിന് അറിയാമായിരുന്നു. ഡാനിയൽ ഒട്ടും മടിച്ചല്ല, അവരെ ബന്ദികളാക്കി FBIക്ക് കൈമാറി. FBI അതോടെ റിങ്കോണിനെ പിടിക്കാൻ ടീമായി അകത്തേക്ക് കയറും എന്ന് ഡാനിയൽ മനസ്സിലാക്കിയിരുന്നു. ഡാനിയൽ വിചാരിച്ച പോലെ ബന്ദികളിൽ നിന്ന് വിവരം കിട്ടിയതും FBI അകത്തേക്ക് ചാർജ് ചെയ്തു. പിന്നെ അവിടെ നടന്നത് ഒരു ഷൂട്ടൌട്ടും ഏറ്റുമുട്ടലും തന്നെയായിരുന്നു. FBIയും റിങ്കോണിന്റെ ആളുകളും തമ്മിൽ വലിയ തോതിൽ ഏറ്റുമുട്ടി. കല്യാണ ഹാളിലും പ്രശ്നങ്ങൾ പ്രതിധ്വനിച്ചു. റിങ്കോന്റെ സഹോദരി വെടിയേറ്റു വീണു. തന്റെ സഹോദരി അങ്ങനെ വെടിയേറ്റു വീണത് ഞെട്ടലോടെ നോക്കാനേ റിൻകോണ് സാധിച്ചിരുന്നുള്ളൂ. റിൻകോൺ ദേഷ്യത്തിൽ വിറച്ചു. ഇതേ സമയം അകത്തേക്ക് കടന്നു കയറിയിരുന്ന ഡാനിയൽ അവിടെ ബന്ദിയായിട്ടുണ്ടായിരുന്ന ലൂക്കാസിനെയും മിഗ്വലിനെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ തുടങ്ങി. അവിടെ നിന്ന് ഒരു തരത്തിൽ പുറത്തു കടന്ന് അടുത്തുള്ള റെയിൽവേ ട്രാക്കിന്റെ സമീപത്തേക്ക് അവർ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അപ്പോഴാണ് ജസ്റ്റർ കടന്നു വരുന്നത്. ജസ്റ്റർ വെടിയുതിർത്തു. ഡാനിയൽ തന്റെ കാലിൽ ബുള്ളറ്റ് ഏറ്റുവാങ്ങി. പിന്നാലെ മുമ്പോട്ട് വന്ന ജസ്റ്റർ കുട്ടികളെ തോക്കിൻ മുനയിൽ നിർത്തി. മുമ്പിലെല്ലാ പ്രതീക്ഷകളും അവസാനിച്ച സമയം. അപ്പോഴായിരുന്നു തോക്കുമായി അങ്ങോട്ടേക്ക് റിൻകോൺ ഓടിയെത്തുന്നത്. വെടിയുതിർക്കുന്നതിന് മുമ്പേ റിൻകോൺ ജസ്റ്ററെ തടഞ്ഞു. പിന്നാലെ ഏറെ നിരാശയോടെ ലൂക്കാസിനെ റിൻകോൺ നോക്കി. എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ലൂക്കാസിൽ നിന്നാണല്ലോ. അതിന്റെ ദേഷ്യം റിൻകോണിൽ പ്രകടമായിരുന്നു. അത്രയും വിശ്വസിച്ചിട്ടും ലൂക്കാസിൽ നിന്നും ചതി നേരിട്ടു എന്ന് റിൻകോണിന് തോന്നി. എത്രയൊക്കെ ദേഷ്യം തോന്നിയിട്ടും ലൂക്കാസിനെയും മിഗ്വലിനെയും കൊല്ലാൻ റിൻകോണ് മനസ്സ് വന്നില്ല. അവരോട് തന്റെ കൺമുമ്പിൽ കണ്ടുപോകരുതെന്നും നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാനും റിൻകോൺ പറഞ്ഞു. റിൻകോണിന്റെ ആ ഒരു തീരുമാനം ജസ്റ്ററിന് തീരെ അങ്ങ് പിടിച്ചില്ല. ഇത്തരത്തിൽ ചെയ്യുന്നൊരു വ്യക്തിക്ക് ഗ്യാങ്ങിനെ നയിക്കാൻ അനുവാദമില്ല, അവകാശമില്ല എന്ന് പറഞ്ഞ് ജസ്റ്റർ തോക്കെടുത്ത് റിൻകോനെ വെടിവെച്ചു കൊന്നു. പിന്നാലെ ജസ്റ്റർ ലൂക്കാസിനെയും മിഗ്വലിനെയും കൊല്ലാൻ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ പെട്ടെന്ന് ഡാനിയൽ ഇടപെട്ടു. റിൻകോൺ കൊടുത്ത പാക്കേജ് തന്റെ പക്കലുണ്ട്, താനാണ് അത് എടുത്തത് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന ഡാനിയൽ ഒരു പാക്കേജ് അവന്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് സമയം സംഭരിക്കാൻ വേണ്ടിയായിരുന്നു ഡാനിയൽ അത്തരത്തിൽ ചെയ്തത്. ഡാനിയൽ കൊടുത്തത് ഒരു ഫേക്ക് പാക്കേജ് ആയിരുന്നു. ജസ്റ്റർ ഡാനിയലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു ബുള്ളറ്റ് ജസ്റ്ററിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയത്. വെടിയുതിർത്തതാകട്ടെ ലൂക്കാസിന്റെയും മിഗ്വലിന്റെയും കൂട്ടുകാരനായ ഗാങ്സ്റ്റർ സംഘത്തിലെ അംഗമായ ചെറിയൊരു പയ്യനായിരുന്നു. നേരത്തെ ലൂക്കാസിനെയും മിഗ്വലിനെയും ജസ്റ്ററിന് കാണിച്ചു കൊടുത്ത ജസ്റ്ററിനെ ഭയന്ന് ജീവിച്ചിരുന്ന അതേ പയ്യൻ തന്നെ. ജസ്റ്റർ കൊല്ലപ്പെട്ടു വീണു. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശുഭകരമായി മാറി. പിന്നാലെ ലൂക്കാസും മിഗ്വലും ആ നാട് വിട്ടുപോവാൻ തീരുമാനിച്ചു. അവർ ട്രെയിനിൽ കയറി. കുറച്ചു കഴിഞ്ഞുള്ള പരിശോധനയിൽ അവരുടെ കയ്യിൽ ഒരു കെട്ട് പണം അവർ കണ്ടെത്തി. ആ പണം ഡാനിയൽ വെച്ചതായിരുന്നു. അവർക്ക് പുതിയൊരു തുടക്കത്തിനു വേണ്ടി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.